ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് തീറ്റയില്ലാതെ എങ്ങനെ ജിഗിൽ തിരണ്ടുപിടിക്കാമെന്ന ഒരു നല്ലൊരു വീഡിയോയിലേക്കാണ്. അതിനായി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സെഡോണ 5000 ആണ്. ഷിമാനോ സെഡോണ 5000 എന്ന റീലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാണുന്ന റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സെഡോണയുടെ 5000 റീലാണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു റീലാണിത്. 5000 ആണ്. ഇതൊരു ഫ്രഷ് വാട്ടർ റീലാണ്. സീ കോസ്റ്റ് ആണ്, ഡെക്കാത്തോൻ്റെ സീ കോസ്റ്റ്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കാണിത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണം. 10 feet ആണ് വരുന്നത്. $200 റൈഡൊക്കെ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറ്റണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് ഓൾറെഡി 2 റീലുണ്ട്, FX തന്നെ. കെട്ടിയിടും. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാനും മാറ്റി വെക്കാനും, അല്ലെങ്കിൽ ബ്രൈഡ് എപ്പോഴും പൊട്ടിച്ച് മാറ്റേണ്ടി വരും. ഇതുപോലൊരു കെട്ടാണ് നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബ്രൈഡ് ഊരി മാറ്റുകയും ഇടുകയും ചെയ്യാം. പൊട്ടിച്ച് വെറുതെ കളയേണ്ട കാര്യം ഉണ്ടാകത്തില്ല. അതിനാണ് ഇങ്ങനെ കെട്ടണത്. സിമ്പിളായിട്ട് ലീഡർ ലൈൻ ഇട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്ന. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലീഡർ ലൈൻ ഇട്ടില്ലെങ്കിൽ മീനടിച്ച് ചെയ്യാൻ നേരത്ത് പൊട്ടിപ്പോകും ഉരഞ്ഞ്. അതുകൊണ്ട് ഒരു 50 LB ആണ് ഇടുന്നത്. അത് പോരാ, എന്നാലും ഇത്തിരി കനമുള്ളത് വേണം. പിന്നെ ജിഗ് യൂസ് ചെയ്യുന്നത്, ജിഗ് ഏതാണ് നമ്മൾ ഇരിക്കുന്നത്, ജിഗ് യൂസ് ചെയ്യുന്നത് ഒരു 40 ആറ്റത്തിൻ്റെ ഒരു 40 ഗ്രാമിൻ്റെ ഒരു ജിഗാണ് യൂസ് ചെയ്യുന്നത്. ഒരു ആറ്റത്തിൻ്റെ 40 ഗ്രാം. സെപ്പറേറ്റ് ഒരു ത്രിബിൾ ഹുക്ക് നമ്മൾ വാങ്ങിച്ചിട്ട് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മീനടി കിട്ടുള്ളൂ. കൂടുതലും റിസൾട്ടൊക്കെ ഉള്ള ഒരു ജിഗാണിത്. ഞങ്ങൾ കഴിഞ്ഞ സീസണിന് ഇതുപോലത്തെ ഒരു ജിഗ് ഇട്ട് ഒരു 1-2 തെരണ്ടീനെ കിട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് ഈ ഇയറിനും ഇത് വാങ്ങിച്ചത്. ഈ ഒരു ചെറിയ ഹുക്കലാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിരയൊക്കെ ഉണ്ട്. കാണുമ്പോൾ അറിയാം കല്ലിൻ്റെ മേളി വരെ അടിച്ച് കയറുന്നുണ്ട്. എന്നാലും ലീഡർ ലൈൻ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. 50 LB ഒരു ലീഡർ ലൈനാണിത്. ലീഡർ ലൈൻ ഇട്ടില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ അഥവാ മീൻ അടിച്ചു കഴിഞ്ഞാൽ കയറി കഴിയുമ്പോൾ കല്ലേ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതലും ലീഡർ ലൈൻ ഇട്ട് യൂസ് ചെയ്യത്തുള്ളൂ. ജിഗ് ചെയ്താണ് നമ്മൾ സാധനം കൂടുതൽ ചെയ്യുന്നത്. ജിഗ് ചെയ്യാൻ നേരത്തെ എപ്പോഴും ലീഡർ ലൈൻ ഇടും. ലൂർ കാസ്റ്റ് ഇതാണ് ജിഗ് വാങ്ങുമ്പോൾ അസിസ്റ്റ് ഹുക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ സെപ്പറേറ്റ് നമ്മൾ കയറ്റണമാണ് ഈ ത്രിബിൾ ഹുക്കൊക്കെ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിരയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അറിയാനുള്ള ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ലോങ്ങിലേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്യണം. ആ തിര വരുന്നില്ല, അതിൻ്റെ അടുത്തെങ്കിലും വരെ പോകണം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ആക്ഷൻ കൊടുത്ത് നമ്മൾ പുറകോട്ട് മയം വലിക്കും. അങ്ങനെ ലോക്ക് ചെയ്ത് നമ്മൾ വലിച്ചുകൊണ്ടിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ തെരണ്ടി അടിയിലായിരിക്കും കൂടുതലുള്ളത്. ഇവൻ തീറ്റ എടുക്കുന്ന ടൈമാണെങ്കിൽ നമ്മൾ ഈ ജിഗ് പോകുമ്പോൾ കൂടുതലും വാലയിലോട്ട് അടി കിട്ടും. എന്ന് പറഞ്ഞാൽ മീനിനെ അടിച്ചു കൊന്ന് തിന്നുക എന്നുള്ളതാണ് ഇനി കൂടുതലും ലക്ഷ്യം. അതുകൊണ്ട് വാലിനടി കിട്ടിയാണ് കൂടുതലും കിട്ടുന്നത്. നമുക്ക് വാലിനടിച്ച് താഴെയിട്ടാണ് ഇവൻ തീറ്റ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ മീനാണെന്നോർത്ത് ജിഗയിലോട്ട് അടിക്കും. ഈ കല്ലേലും കാര്യങ്ങളൊക്കെ ഉടക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിഷയം വന്നത്.
മീൻ അടിച്ചാലും കയറ്റാനൊക്കെ സ്ഥലം കുറവാണ്. അതിവിടെ കൂടുതലുള്ളത് ആ ഒരു സ്പോട്ടിലൊക്കെ കൂടി കയറ്റാനൊക്കെ തോന്നും. വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് കയറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിലേക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കരക്കോട്ടൊക്കെയാണ് തീരെ വരുന്നത്. ഇങ്ങനെ നമ്മൾ വലിച്ച് വേണം വിടാനായിട്ട്. നല്ല ലോങ്ങിലേക്ക് വേണം നമ്മൾ കാസ്റ്റ് ചെയ്യാനായിട്ട്. അത്യാവശ്യം തിരയുടെ മറ്റേലെങ്കിലും പോയി വീഴും. അതിനുശേഷം നമ്മൾ മയം ജിഗ് ചെയ്തെടുക്കും. ഇതിൻ്റെ അടിയിൽ കൂടി ഇതിങ്ങനെ പാളിപ്പാളി വരുമ്പോൾ ഈ താഴത്തായിരിക്കും കൂടുതലും തിരണ്ടിയിരിക്കുന്നത്. അത് നമ്മളെ വാലിനെയും മീനിനെ വാലിനടിച്ച് താഴെ ഇടാൻ നോക്കും. എന്നിട്ടാണ് അത് തിന്നണത്. അങ്ങനെ അതിനെ വാലിനടിച്ച് കൊന്നിട്ടാണ് ഇത് തീറ്റ എടുക്കുന്നത്. അങ്ങനെ വാലിനടിക്കുമ്പോൾ ഈ ഹുക്ക് ട്രിപ്പിൾ ഹുക്ക് അല്ലെങ്കിൽ മറ്റേ സേഫ്റ്റി ഹുക്ക് ഏതെങ്കിലും ഒരെണ്ണം അതിൻ്റെ മേത്തോട്ട് കയറും. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ കിട്ടണത്. പക്ഷെ തിര കൂടുതലായതുകൊണ്ട് തന്നെ അത്യാവശ്യം പാടാണ് ജിഗ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. ഇത് നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കടലൊക്കെ കയറി പോയിരിക്കണ ഒരു മതിലാണ്. മണ്ണ് മൊത്തം ഒലിച്ചോണ്ട് എടുത്തുകൊണ്ട് പോയിട്ട് അതിൻ്റെ അടിഭാഗം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടിഭാഗങ്ങളൊക്കെ ആണ് കടപ്പുറം വീട്ടുകാരുടെയൊക്കെ അവസ്ഥ. കടപ്പുറത്തൊക്കെ താമസിക്കുന്നവരുടെയൊക്കെ മിക്കവരുടെയും വീടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും കൊണ്ടും പോകുന്നു. മതിലൊന്നുമില്ല, മൊത്തം പൊളിഞ്ഞ് കിടക്കുന്ന വീട്.